ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. രാവിലെ തന്നെ നമുക്ക് കുഴയ്ക്കാതെ പരത്താതെ നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് യോഗേട്ടാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഇത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ദോശമാവാണ്. ഞാനിവിടെ തലേ ദിവസം പച്ചരിയും ഉഴുന്നും ചോറും ഒക്കെ ഇട്ടിട്ട് അരച്ചു വെച്ചിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു രാത്രി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നതിന് ശേഷം പിറ്റേ ദിവസം എടുക്കുന്ന അതേപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 കപ്പാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ചുള്ള മാവും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു 2 കപ്പ് മാവിന് വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും കറക്റ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഈ മാവൊന്ന് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സോഡാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ അത്യാവശ്യത്തിന് നല്ല ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഈ മാവിന് കറക്റ്റ് ആയിരിക്കും. ഇനി പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് കറക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മാവിൽ പ്രത്യേകിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഈ ഒരു മാവ് സോഡാപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇനി ഈ ഒരു മുട്ടയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ദോശ ചൂടാൻ വേണ്ടി മാവ് തയ്യാറാക്കുന്ന അതേപോലെ തന്നെയാണ്. നല്ല ആ ഒരു കട്ടിയിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഒരു സൈഡ് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഒരു ഭാഗം കൂടെ ഒന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടി. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടി. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ മാവും ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു കയ്യിൽ മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നത് ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. കുട്ടികളായാലും വലിയവരായാലും നന്നായിട്ട് കഴിക്കും. ഇപ്പോൾ ഞാനിതും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വേവിച്ചെടുത്തു. ഇതുപോലെ തന്നെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.